പരിസരം നോക്കാതെ ദേഷ്യപ്പെടുന്നവരോടും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് അമിതമായി പൊട്ടിത്തെറിക്കുന്നവരോടും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ: നിങ്ങൾ അപകടത്തിലാണ്. നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളിലുള്ള എനർജി വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ മനസ്സും ശരീരവും ഉപയോഗിച്ച് നമ്മൾ ഒരാളെ കടന്ന് ആക്രമിക്കുമ്പോൾ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം, അതല്ലെങ്കിൽ മുറിവ് എത്രമാത്രം വലുതായിരിക്കുമെന്ന് നമ്മളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ചിലരെ കുറിച്ചുള്ള: അയാൾക്ക് ഭയങ്കര പ്രഷറാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, അദ്ദേഹം എന്തെങ്കിലും എപ്പോഴും ദേഷ്യപ്പെടുമെന്നുള്ളൂ, പക്ഷെ ആള് വളരെ ശുദ്ധനാണ് എന്നൊക്കെ. ഒരുപാട് ദേഷ്യപ്പെട്ട് മറ്റുള്ളവരുടെ മനസ്സെല്ലാം വ്രണമാക്കിയ ശേഷം നമ്മൾ ഒരുപാട് പാവമായിട്ടും പോസിറ്റീവായിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതെല്ലാം പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ചിലരെ കുറിച്ചാണ്. ഇവർ കുടുംബത്തിനോടോ, അത് ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ അതല്ലെങ്കിൽ ചില സുഹൃത്തുക്കളോടോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇവരുടെ ഇമേജ് വളരെ ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ, നമ്മുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഇതിലൂടെ നേടുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടും ചിലർ നമ്മെ വിട്ടുപോകാത്തതിനുള്ള പ്രധാന കാരണം അവർ നമ്മെ അളവിൽ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതൊരിക്കലും നമ്മുടെ ക്വാളിറ്റി അല്ല, മറിച്ച് നമ്മുടെ പോരായ്മകളെ മറന്ന് അവർ നമ്മെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിച്ചത് കൊണ്ടാണ്. ഇതെല്ലാം കാണാതെ നമ്മൾ ജീവിതത്തിൽ എന്ത് നേടിയിട്ടും ഒരു കാര്യവുമില്ല. ചില ആളുകൾ പറയുന്ന കാര്യമാണ്: എനിക്ക് ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല, എനിക്ക് പരിസര ബോധമില്ല എന്നൊക്കെ. പരിസര ബോധമില്ലാതെ നമ്മൾ മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവിടെ ക്ഷതമേൽക്കുന്നത് അവരുടെ അഭിമാനത്തിനാണ്. ഒരു മനുഷ്യൻ ഏറ്റവും അധികം മുറുകെ പിടിക്കുന്ന ഒരു കാര്യമാണ് ആത്മാഭിമാനം. ഇതിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇവരോട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ബന്ധത്തിൻ്റെ തീവ്രത, നമ്മളും അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറയുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി അഥവാ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ്. മാത്രമല്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് പ്രഷർ എന്നിവ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശാസ്ത്രം തന്നെ പറയുന്നത് വിഷാദ രോഗികളിൽ നല്ലൊരു ശതമാനവും ദേഷ്യപ്പെടുന്ന ആളുകളാണ് എന്നതാണ്. ദേഷ്യം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കില്ല, പക്ഷേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അലേർട്ട് ആവുക. നമ്മൾ ആരൊക്കെ ആയിട്ടാണ് നമ്മൾ ഏറ്റവും ദേഷ്യപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ 2-3 ആളുകൾ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് ചൂടാവുന്ന ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവരാരൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അലേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവരുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ചില ആളുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് ദീർഘശ്വാസം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ദേഷ്യപ്പെട്ടതിന് ശേഷമായിരിക്കും നമുക്ക് പല ഓർമ്മകളും വരിക, പല ചിന്തകളും വരിക. അപ്പോഴാണ് നമ്മൾ പറയാം പെട്ടെന്ന് ദേഷ്യപ്പെട്ടതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ലോങ് ബ്രെത്ത് എടുക്കുന്നത്. ആ ബ്രെത്ത് എടുക്കുന്ന സമയത്ത് ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് വർക്ക് ആവുന്നത്. അപ്പോൾ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ലോങ് ബ്രെത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഈ വ്യക്തി ചെയ്ത നല്ല കാര്യങ്ങളും അതല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതിനെ കുറിച്ചൊരു വ്യക്തത നമുക്ക് വരും. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ദേഷ്യപ്പെട്ടുള്ളൂ പക്ഷെ ദേഷ്യപ്പെടുന്നത് ലേറ്റ് ആക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഒരാളോട് നമുക്ക് ദേഷ്യപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആക്കുക. നമ്മുടെ സബോർഡിനേറ്റ്സോ അതല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടുള്ളൂ, പക്ഷേ കുറച്ച് ലേറ്റ് ആയതിനു ശേഷം ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ടൈം എക്സ്റ്റൻഷൻ നമ്മൾ ഇതിൽ ചെയ്യണം. അവസാനമായിട്ട് പറയാൻ പോകുന്നത്, ഒരിക്കലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുന്ന, ഇതെല്ലാം ചെയ്തിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നൊരു സ്വഭാവമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ കൂടുതലും സംസാരിക്കേണ്ടത് നിങ്ങളെക്കുറിച്ചാവണം. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളെക്കുറിച്ചായിരിക്കണം. നിങ്ങൾക്ക് എത്രമാത്രം ദേഷ്യമുണ്ട്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഒരിക്കലും അവരുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വളരെ മോശമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടമാവുന്നത് ആ ബന്ധമാണ്. അത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിരിയും മുമ്പ് ഒരു കാര്യം കൂടി, ബഹുമാനത്തോടെ നമ്മളെ സ്നേഹിക്കുന്നതും പേടിയോടെ നമ്മളെ സ്നേഹിക്കുന്നതും രണ്ടാണ്. ബഹുമാനത്തോടെ നമ്മളെ സ്നേഹിക്കുമ്പോൾ അയാൾ നമ്മിലേക്ക് അടുക്കുകയാണ്. എന്നാൽ പേടിയോടെ നമ്മെ ഒരാൾ സ്നേഹിക്കുമ്പോൾ അയാൾ നമ്മിൽ നിന്ന് അകലുകയാണ്. ഏത് വേണമെന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓർ നെവർ.